ടു റേസ് ഏഗൺ. അപ്പോൾ ദാ എല്ലാവരും ദാ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന പോലെ അയ്യോ എക്സാമിങ് അടുത്തല്ലോ എന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ദാ നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷ വാർത്ത ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ എക്സാം ഏത് രീതിയിലാണ് നിങ്ങൾ ഈ എക്സാമിനെ കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് ട്രിക്സും അതേപോലെ തന്നെ ടിപ്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞിട്ട് ആ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഒരു ഡബിൾ ധമാക്ക ഫീൽ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എന്ത് ചെയ്യുക, ഒന്ന് താഴെ പോയിട്ട് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിന് കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം കേട്ടോ. യെസ്, കൂടെ വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാർട്ടൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. യെസ്, അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സിലബസ് മാറിയ ഫസ്റ്റത്തെ കൊല്ലാണ് അല്ലേ. അപ്പോൾ സിലബസ് ഒക്കെ മാറിയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ കൂടും. അത് സ്വാഭാവികമാണ്, എന്തായാലും ആ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്തും, ഇനിയിപ്പോൾ നമുക്കറിയാം ആകെ വളരെ കുറച്ച് ദിവസം, ഇപ്പോൾ 10-25 ദിവസം എന്ന് പറയുമ്പോൾ എന്താ 3 ആഴ്ച അല്ലേ, 3 ആഴ്ച 2-3 ദിവസം എക്സ്ട്രാ കൂടി, എന്നാലും നമുക്ക് 3 ആഴ്ച തന്നെ കൂട്ടാം. 3 ആഴ്ച വലിയൊരു സമയമല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പല ടോപ്പിക്സും പല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. യെസ്, നമുക്ക് പൊതുവേ ഉള്ളൊരു ടെൻഡൻസിയാണ് എന്ത് കിട്ടിയാലും വെറുതെ ഇങ്ങനെ വായിച്ചു പോവുക. വായിച്ച് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈവൻ മാത്സ് വായിച്ചു പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ ഐ തിയറം ഹെൻസ് പ്രൂവ്ഡ്, ഓക്കെ ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ മാത്സ് ചെയ്ത് നോക്കുമ്പോൾ ഓരോ പ്രോബ്ലവും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളത് എഴുതി തന്നെ പഠിക്കുക. ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ധാരാളം വർക്കൗട്ട് ചെയ്യണം, അത് എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. യെസ്, ഇനിയിപ്പോൾ സോഷ്യലിലേക്ക് വരുന്ന സമയത്ത് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കഥ പോലെ, നമുക്കിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിലെ കഥ ഇങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും, അതിൽ ഓരോ കാര്യങ്ങളും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഓരോ ഇവൻസും കാര്യങ്ങളും നിങ്ങളിങ്ങനെ ഒരു സ്റ്റോറി പോലെ, ഒരു കഥ പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ജോഗ്രഫി ആണെങ്കിലും നിങ്ങൾ മാപ്പും അതേപോലത്തെ ലൊക്കേഷൻസും അതിനെ പറ്റിയുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. യെസ്, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താ അറിയോ, നമ്മുടെ ലാംഗ്വേജസ്. നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്ന അറിയോ, ലാംഗ്വേജ് അല്ലേ തലേ ദിവസം ഇരുന്ന് പഠിക്കാം, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ ബാക്കി സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് ലാംഗ്വേജ് കൂടി പഠിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ആ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും, കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയ ഒരു ഫീൽ ഉണ്ടായിരിക്കും. കാരണം ഇത്രയും ഈ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി മാത്സ് ഒക്കെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സുഖം തോന്നും. അപ്പോൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യും, പിന്നെ എന്താണ് നിങ്ങൾക്കൊരു സുഖവും തോന്നും എന്നുള്ളതാണ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനെ നിങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണരുത്. കാരണം എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. യെസ്, ആൻഡ് ബയോളജിയിലേക്ക്, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ബയോളജിയിൽ ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പോയിന്റ് നിങ്ങൾ ചെറിയ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്കിപ്പോൾ എക്സാമിൻ്റെ ദിവസം രാവിലെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി ഒന്ന് മറച്ച് വിടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ചെറിയ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് വീടിൻ്റെ സൈഡിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണി കാണും നേരം അല്ലേ, നേരെ കണി കാണുന്നത് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഇവിടെ രജിസ്റ്റർ ആവും. പിന്നെ നിങ്ങൾ നടക്കുന്ന വഴിയിലോ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുക, ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ച് പഠിക്കുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യെസ്, എനിക്ക് പറയാനുള്ളതാ, നിങ്ങൾ ഇതുപോലെ തുള്ളിച്ചാടി വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നിങ്ങൾക്ക് എക്സാമിന് പോകാനും തിരിച്ചു വരാനും സാധിക്കും എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഇനി ആ സന്തോഷ വാർത്ത എന്താണെന്ന് അറിയണ്ടേ, അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണ്ടു. ഇപ്പം നിങ്ങളുടെ സിലബസ് ഒക്കെ മാറിയ ആദ്യത്തെ കൊല്ലമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കൊല്ലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ എക്സാം ഈസി ആയിരിക്കും. നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു മുൻവിധിയോടുകൂടി അയ്യോ എക്സാം എന്തായാലും ടഫാവും എന്നൊന്നും കരുതി അങ്ങനത്തെ ഒരു മുൻവിധിയോടുകൂടി നിങ്ങൾ പോകരുത്. എക്സാം ഈസി ആയിരിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ആദ്യത്തെ കൊല്ലമാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എക്സാം ഈസി ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പഠിക്കുന്ന സമയത്തുള്ള ചെറിയ കാര്യങ്ങൾ, നമ്മൾ വളരെ ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മൾ എക്സാമിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാം എന്തായാലും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചില ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാൻ പറ്റും, ചിലതൊന്നും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങളിപ്പോൾ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക് എടുത്തിട്ട് നിങ്ങളെല്ലാവരും 5-6 പേരുണ്ടെങ്കിൽ 6 പേരും ഇരുന്ന് ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ പൂള് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടും.
അപ്പോൾ അങ്ങനെ കിട്ടിയാൽ തന്നെ നിങ്ങളത് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി ചോദിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പൈൻഡ് ആയിട്ടും, അല്ല ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കുക. എന്നിട്ട് എക്സാം നമുക്ക് പൊളിക്കാം, നമുക്ക് ഉഷാറാക്കാം, ഒരു ടെൻഷനും വേണ്ട. യെസ്, അപ്പോൾ എന്തായാലും ഒരു ടെൻഷനും വേണ്ട, എക്സാം ഈസി ആയിരിക്കും, നമ്മൾ അടിച്ച് പൊളിച്ച് എഴുതും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒന്നൊരു കമൻറ്റും കൂടി ചെയ്യുക. നിങ്ങൾ റെഡിയാണ്, സെറ്റാണ്, നമ്മൾ ഈ എക്സാം പൊളിക്കും എന്നുണ്ടെങ്കിൽ യെസ് മിസ് സെറ്റാണ്, റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 2 ഹാർട്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.